ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാരന്റ്സിന്റെ കുട്ടികൾ മുതിർന്നു കഴിയുമ്പം ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ തന്നെ അട്രാക്ട് ചെയ്യാറുണ്ട്. ശരിക്കും നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിൽ നമ്മൾ കാണുന്ന, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ മെന്റൽ പാറ്റേൺ ആയിട്ട് മാറുക. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ പറയുന്ന പാരന്റ്സിന്റെ റിലേഷൻഷിപ്പ് അതാണ് സബ് കോൺഷ്യസിന്റെ റിയൽ ഇമേജ് ഉണ്ടാവുക. സബ് കോൺഷ്യസിനെ സംബന്ധിച്ചിട്ട് ഇതാണ് ശരി. അപ്പോൾ കുറച്ച് മുതിർന്നു കഴിയുമ്പോൾ ഇത് ശരിയല്ല എന്ന് മനസ്സിലാകും, ഇങ്ങനെയല്ല വേണ്ടത് എന്ന് മനസ്സിലായി കഴിഞ്ഞാലും സബ് കോൺഷ്യസ്ലി നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് അതേ തരത്തിലുള്ള റിലേഷൻഷിപ്സ് തന്നെയായിരിക്കും. അത് ചിലപ്പം അബ്യൂസീവായിട്ടുള്ള പാരൻസ് ആണെങ്കിൽ, അതായത് പരസ്പരം കണക്റ്റഡ് അല്ലാത്ത പാരൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന പാരൻസ് ഉണ്ടാകും, ഇമോഷണലി അവൈലബിൾ അല്ലാത്ത പാരൻസ് ഉണ്ടാകും. അതുമല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പിന്നെ പ്രശ്നങ്ങളുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അതേ സംഗതി തന്നെ എക്സ്പീരിയൻസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് ചെയ്യാവുന്നത് കോൺഷ്യസ്ലി നമ്മൾ ഇതാണ് പ്രശ്നമെന്ന് അറിയുകയും അത് നമ്മൾ ആ ഒരു പാർട്ട്, അതുകൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള വോണ്ടുകൾ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുക എന്നുള്ളതുമാണ് ചെയ്യാനുള്ളത്.